ഹായ്, നമസ്കാരം. മാറ്റിനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്, ഫിലിം ബൈയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു മലയാള സിനിമ ഡയറക്ടറെ കുറിച്ചല്ല പറയുന്നത്. എന്നെ ഭയങ്കര എക്സൈറ്റഡ് ആക്കിയിട്ടുള്ള ഒരു ഡയറക്ടർ, ആക്ടർ, ഞാൻ ഭയങ്കര ആരാധനയോടെ കാണുന്ന ഒരു ആക്ടർ. അദ്ദേഹം മ്യൂസിക് ഡയറക്ടറാണ്, കമ്പോസറാണ്, സിംഗറാണ്, സകലകലാ വല്ലഭനാണ്. അപ്പോൾ അങ്ങനെ ഒരാളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ 1968 തിരുനെൽവേലി ജില്ലയിൽ ജനിച്ചിട്ടുള്ള ജസ്റ്റിൻ സെൽവരാജ് പാണ്ഡ്യൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ്. എത്ര പേർക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ നെയിം പറഞ്ഞാൽ നമ്മൾ ആരാധനയോടെ അദ്ദേഹത്തെ പെട്ടെന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യും. അദ്ദേഹത്തിൻ്റെ പേര് എസ്.ജെ. സൂര്യ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഡയറക്ഷൻ സ്കില്ലിനെ കുറിച്ച് പറയണോ, ആക്ടിങ് സ്കില്ലിനെ കുറിച്ച് പറയണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ആക്ടിങ് സ്കില്ലിനെ കുറിച്ച് പറയുള്ളൂ. ക്യാമറയുടെ മുമ്പിൽ അങ്ങോട്ട് ആടുക, അഭിനയിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു മൂർത്തി രൂപമാണ് എസ്.ജെ. സൂര്യ. എൻജോയ് ചെയ്ത് അഭിനയിക്കുക, സ്റ്റൈലിഷായിട്ട് അഭിനയിക്കുക, നമ്മളെ ത്രസിപ്പിക്കുക, നമ്മളെ രസം കൊള്ളിക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പ്രതിരൂപമായിട്ടാണ് ഞാൻ എസ്.ജെ. സൂര്യയെ കാണുന്നത്. ഭയങ്കര എനർജറ്റിക് ആക്ടർ. ഞാൻ ഒരു കാലഘട്ടം വരെ, എനിക്ക് തോന്നുന്നു ഒരു എൻ്റെ ഒരു 15, 16, 17 വയസ്സ് വരെ തമിഴ് സിനിമ ഒരു മോശം സിനിമയായിട്ടാണ് പൊതുവെ മലയാളികൾ വിലയിരുത്തപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഫാമിലികൾ ഒരിക്കലും മലയാളത്തിലെ പ്രേക്ഷകർ ഒരിക്കലും തമിഴ് സിനിമ അങ്ങനെ കാണാൻ പോയിട്ടില്ല. കാരണം അതിനൊരു ഒരു സെക്ഷൽ കണ്ടന്റ് ഉള്ളതുപോലെയോ അല്ലെങ്കിൽ ഒരു അഡൽട്ട് ഫിലിം കാണാൻ പോകുന്ന പോലെയൊക്കെയാണ് കണ്ടിരുന്നത്. പക്ഷേ എൻ്റെ ഒരു സുഹൃത്താണ് എനിക്ക് ഒരു വിജയ് എന്ന് പറയുന്ന ഒരു നടൻ ഒരു ഗംഭീര സിനിമയാണെന്ന് പറഞ്ഞിട്ട് ഖുഷി എന്ന് പറയുന്ന സിനിമയിലെ പാട്ടൊക്കെ കേൾപ്പിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ വിജയെ കാണാതെ വിജയുടെ ആരാധകനായി മാറി. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ തമിഴ് ഒരു സിനിമ കാണുന്നത് ഖുഷിയാണ്. ഖുഷി സിനിമ എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി, ഭയങ്കരമായിട്ട് രസിപ്പിച്ചു. അതിൻ്റെ പ്രണയം, ആ സിനിമ തുടങ്ങുമ്പോൾ ഉള്ള ആ കുട്ടികളെ കാണിക്കുന്നതും അവർ തമ്മിലുള്ള കണക്ഷനും, പിന്നീട് എന്നെ ആകർഷിച്ചത് മേഘം കർക്കിത് എന്ന് പറയുന്ന പാട്ടിൽ ജ്യോതികയെ കാണിക്കുന്നതോട് കൂടിയിട്ട് ആ പാട്ടിൻ്റെ ഭംഗിയും ഒക്കെ എന്നെ വല്ലാതെ അങ്ങോട്ട് അത്ഭുതപ്പെടുത്തി കളഞ്ഞു. പിന്നീട് ആ സിനിമയിലെ രംഗങ്ങൾ, അതിൻ്റെ പ്രണയം, ജ്യോതികയുടെ ചില കുറുമ്പുകൾ, വിജയുടെ പാട്ട്, അവർ തമ്മിലുള്ള പ്രണയം, അവസാനം അവർ ഒരുമിക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഒക്കെ നിറഞ്ഞ ഒരു ഗംഭീര സിനിമ. തൻ്റെ 32ാമത്തെ വയസ്സിൽ ആണ് എസ്.ജെ. സൂര്യ ഈ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എസ്.ജെ. സൂര്യയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം, ഞാൻ പറഞ്ഞു, തിരുനെൽവേലിയിലാണ് ജനിച്ചത്. പിന്നീട് ചെന്നൈയിൽ ലയോള കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് വരുന്നു. പിന്നെ മധുരയിൽ അദ്ദേഹത്തിന് PG ചെയ്യാൻ വേണ്ടി ഒരു അവസരം കിട്ടുകയും അദ്ദേഹം അത് പോകാതെ ചെന്നൈയിൽ തന്നെ നിൽക്കുന്നു. കാരണം അദ്ദേഹത്തിന് സിനിമയായിരുന്നു ആഗ്രഹം. പിന്നീട് ആസൈ, അങ്ങനെ കുറച്ച് പടങ്ങൾ അദ്ദേഹം അസിസ്റ്റ് ചെയ്യുന്നു. അതിനു മുമ്പ്, ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആകുന്നതിന് മുമ്പ് ഈ പറയുന്ന ഹോട്ടലുകളിലും ഒക്കെ വെയിറ്ററായിട്ട്, കഫേയിലൊക്കെ വെയിറ്ററായിട്ട് അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആസൈ എന്ന് പറയുന്ന സിനിമയിൽ അജിത്തായിരുന്നു നായകൻ. പിന്നീട് അദ്ദേഹം 1-2 സിനിമകൾ അസിസ്റ്റ് ചെയ്തതിന് ശേഷം ഉല്ലാസം എന്ന് പറയുന്ന സിനിമ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നു. അത് മണിരത്നം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ആ സിനിമയിൽ അദ്ദേഹം അസിസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ആസയിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത ഒരു ഓർമ്മ അജിത് കുമാറിനുണ്ടായിരുന്നു. അങ്ങനെ അജിത് കുമാർ സ്ഥിരമായിട്ട് കാപ്പി കുടിക്കാൻ പോകുന്ന ആ റെസ്റ്റോറൻറ്റിൽ ആണ് എസ്.ജെ. സൂര്യ വെയിറ്ററായിട്ട് ജോലി ചെയ്തിരുന്നത്. അങ്ങനെ അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ എസ്.ജെ. സൂര്യ പിടിച്ചുകൊണ്ട് വന്നതെന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് അദ്ദേഹത്തിന് കഥ പറയാനൊരു അവസരം കൊടുക്കുന്നു. ആ അവസരത്തിൽ എനിക്ക് തോന്നുന്നു 1997 ആണ് ഈ പറയുന്ന വാലി എന്ന് പറയുന്ന സിനിമ ഉണ്ടാകുന്നത്. അപ്പോൾ വാലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അജിത്തിൻ്റെ ഒരു നടന വിസ്മയമാണ് ശരിക്കും. ആ സിനിമ ഡബിൾ റോളാണ്, ഒരാൾ ഇരട്ടകളാണ്, ഒരാൾക്ക് സംസാരിക്കാൻ വയ്യ. അപ്പോൾ മറ്റേയാൾ സിമ്രാനെ കല്യാണം കഴിക്കുന്നു. തുടർന്ന് ഇയാൾക്കുണ്ടാകുന്ന ഒരു അസൂയയും ഇയാൾക്ക് ഈ പെൺകുട്ടിയോട് തോന്നുന്ന ഒരു ആഗ്രഹവും, തുടർന്ന് അങ്ങനെ തൻ്റെ ബ്രദറിനെ
അപ്പം കൊല്ലാൻ ശ്രമിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള ഒരു സിനിമയാണ്. കാരണം ഇയാൾ ഊമയായതുകൊണ്ട് തന്നെ ഇയാൾക്കുള്ള പരിമിതികൾ, ഇയാളുടെ ദേഷ്യം, ഇയാളുടെ ഫ്രസ്ട്രേഷൻ, ഇവളോടുള്ള സ്നേഹം, അങ്ങനെ ഒരു പെണ്ണിനോടുള്ളൊരു ഇഷ്ടം, സ്വന്തം കൂടപ്പിറപ്പിനെ വരെ കൊല്ലാൻ ഉതകുന്ന രീതിയിൽ അയാളെ മാറ്റുന്നതും പിന്നീട് അയാൾക്കുണ്ടാകുന്ന മരണവും ഒക്കെയാണ് ആ സിനിമയുടെ ഒരു ഇതിവൃത്തം. അന്നത്തെ ആ സിനിമയിലെ പാട്ടുകളാണെങ്കിലും അതിൻ്റെ അജിത്തിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ഡബിൾ റോളിലുള്ള പെർഫോമൻസ്, അതിൽ എസ് ജെ സൂര്യയുടെ 31ാമത്തെ വയസ്സിൽ ഉള്ള ഡയറക്ഷൻ, 31ാമത്തെ വയസ്സിൽ ചെയ്യുന്ന സിനിമ 31ാമത്തെ വയസ്സിൽ തന്നെ ചെയ്യണം എന്നുള്ളതാണ്. കാരണം അന്നത്തെ യുവത്വത്തിൻ്റെ കഥ, അന്നത്തെ ഒരു വിഷ്വലൈസേഷനും അദ്ദേഹത്തിൻ്റെ ആ സമയത്തുള്ളൊരു ഇമാജിനേഷനും ഒക്കെ, ആ ഒരു യുവാവിൻ്റെ ഇമാജിനേഷനൊക്കെ വളരെ വൃത്തിയായിട്ട് ആ സിനിമയിലുണ്ട്. അതൊരു വൻ ഹിറ്റായിട്ട് മാറി എന്നുള്ളതാണ് ഒരു വലിയ ഒരു സന്തോഷം. അപ്പം അജിത്തിൻ്റെ തന്നെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ വാലിയായിരിക്കും. അപ്പം എസ് ജെ സൂര്യയുടെ ആദ്യത്തെ പടം തന്നെ ഒരു വൻ ഹിറ്റായിട്ട് മാറുകയാണ്. എസ് ജെ സൂര്യയുടെ പടങ്ങളിലെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്, അദ്ദേഹം പലപ്പോഴും ത്രില്ലറുകൾ തന്നെയാണ് എടുക്കുന്നത്. റൊമാൻറ്റിക് ത്രില്ലർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ത്രില്ലർ, അങ്ങനെയാണ് ത്രില്ലർ മോഡിലുള്ള സിനിമകളാണ് എടുക്കുന്നത്. അപ്പോഴും നമ്മൾ പലപ്പോഴും പല സിനിമകളിലും കാണാത്ത ഒരു ഫാമിലി ബന്ധം, അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെൻറ്റ്, ആ ഒരു കുടുംബത്തിൻ്റെ ഭദ്രതയും ഇമോഷൻസും ഒക്കെ വളരെ നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളിലുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും ചേട്ടനും ചേച്ചിയും ഒക്കെ അടങ്ങുന്ന ഒരു കുടുംബത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. അപ്പോൾ ആ അമ്മയും അച്ഛനും അവരെ വളർത്താൻ വേണ്ടിയിട്ട് ചെയ്തിരുന്ന സാക്രിഫൈസുകളും ഇവർ തമ്മിലുള്ള ഇമോഷൻസും ആ പ്രണയവും ആ സ്നേഹവും ഒക്കെ തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ എപ്പോഴും പുതിയ കാലഘട്ടത്തിൽ മിസ്സാകുന്നത് എന്ന് ഇടയ്ക്കിടയ്ക്ക് എസ് ജെ സൂര്യ പറയാറുണ്ട്. കാരണം ഇന്നത്തെ ജീവിതത്തിൽ ആ സാക്രിഫൈസ് ആണെങ്കിലും, ആ ഒരു തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള അച്ഛനമ്മമാരുടെ സാക്രിഫൈസ് ആണെങ്കിലും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിസ്സാകുന്നു. അതൊരു തെറ്റാണെന്നുള്ള രീതിയിലല്ല അദ്ദേഹം പറയുന്നത്, പക്ഷേ ഇനി അതൊരിക്കലും കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ആ ഇമോഷണൽ ബന്ധവും ബോണ്ടും, അച്ഛനും അമ്മയും, ഇപ്പോൾ അദ്ദേഹം ഇളയപുത്രനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു, അമ്മ അസിസ്റ്റൻ്റ് ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അപ്പോൾ അവർക്ക് കിട്ടിയ ശമ്പളത്തിൽ നിന്നാണ് ഈ 3 പേരെയും 3500 രൂപ ശമ്പളം കിട്ടുന്നു. ഈ 3 പേരും ചെന്നൈയിൽ കോളേജുകളിൽ പഠിക്കുന്ന സമയം ഓരോരുത്തർക്കും 1000 രൂപ വെച്ച് അയക്കും. ബാക്കി വരുന്ന 500 രൂപ കൊണ്ടാണ് ബാക്കി ചിലവുകൾ അവർ നടത്തിയിരുന്നത്. ഇതൊന്നും അവർക്ക് അറിയില്ല. അപ്പോൾ പഠിക്കുന്ന കാലത്താണെങ്കിലും, ഇപ്പോൾ എസ് ജെ സൂര്യ ഇളയ മകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജസ്റ്റിൻ എന്നാണല്ലോ പേര്. അപ്പോൾ ജസ്റ്റിൻ എന്ന പേരിലാണ് സ്വീറ്റ് കട അല്ലെങ്കിൽ ബിരിയാണി കട, അങ്ങനെയൊക്കെ ബിസിനസ്സൊക്കെ നടത്തുമ്പോൾ ജസ്റ്റിൻ എന്ന പേരിലാണ് അപ്പൻ തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ ഒരു ഇമോഷണൽ ബോണ്ടേജും ഒരു ഫാമിലി ബന്ധവും നല്ല രീതിയിൽ അദ്ദേഹത്തിന് ചെറുപ്പകാലത്തുണ്ടായതുകൊണ്ടാവാം അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അത് കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. ഇന്നത്തെ കാലത്ത് അത് വളരെ മിസ്സാവുന്നു എന്നുള്ളത് വളരെ വേദനയോടെ, ഈ സാക്രിഫൈസുകൾ മിസ്സാകുന്നു എന്നുള്ളത് വളരെ വേദനയോടെ അദ്ദേഹം ഇൻ്റർവ്യൂകളിൽ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ പഴയ കാലത്ത് അദ്ദേഹത്തിൻ്റെ വളർന്നു വന്ന രീതികളും ആ ബന്ധങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നിഴലിക്കുന്നത്. അങ്ങനെ ആശയ് എന്ന് പറയുന്ന സിനിമയിലുള്ള ഒരു ബന്ധവും, അതുപോലെ ഉല്ലാസം എന്ന് പറയുന്ന സിനിമ അജിത്ത് ചെയ്യുമ്പോൾ അതിലും അസിസ്റ്റ് ചെയ്യുകയായിരുന്നു എസ് ജെ സൂര്യ. അപ്പോൾ ഈ 2 പടം ഈ ഉല്ലാസിൻ്റെ അകത്ത് വന്നപ്പോൾ ആശയിലെ ഇയാളുണ്ടായിരുന്നല്ലോ എന്നുള്ള ആ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് അങ്ങനെ ഒരു വെയിറ്ററായിട്ടൊക്കെ ജോലി ചെയ്തിരുന്ന കടയിൽ അജിത്ത് കോഫി കുടിക്കാനൊക്കെ പോയിരുന്നു. അപ്പോൾ അവിടെ നിന്നും ഇയാളെ പിടിച്ചുകൊണ്ട് വരികയാണ് എന്നുള്ളതാണ് ഒരു കഥ. അപ്പോൾ എന്തായാലും ഉല്ലാസത്തിൽ നിന്നുള്ളൊരു ബന്ധത്തിൽ നിന്നാണ് ഒരു കഥ പറയാനുള്ള ഒരു അവസരം കൊടുക്കുന്നത്. കാരണം അജിത്ത് അന്ന് നല്ല സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അജിത്തിനോട് കഥ പറയാൻ അവസരം കിട്ടുന്നു. അങ്ങനെയാണ് വാലി എന്ന് പറയുന്ന സിനിമയുടെ കഥ 1997 എസ് ജെ സൂര്യ അജിത്തിനോട് പറയുന്നത്. അപ്പോൾ കഥ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ സിനിമ സംഭവിക്കുകയാണ്. ആ സിനിമ 1999 റിലീസാകുന്നത്. അതൊരു മാസീവ് ഹിറ്റായിട്ട് മാറുന്നു. അജിത്തിൻ്റെ തന്നെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു പെർഫോമൻസുകളിൽ ഒന്നായിട്ട് മാറുന്നു. ഒരു വലിയ കമേഴ്ഷ്യൽ ഹിറ്റായിട്ട് ആ സിനിമ മാറുകയാണ്. അപ്പോൾ എസ് ജെ സൂര്യ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ അവിടെ ഉദിക്കുകയാണ് എന്ന് പറയാം. ഒരു ആ സിനിമയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത് അജിത്ത് ഡബിൾ റോണാണ്. 2 ഇരട്ടകളായിട്ടുള്ള സഹോദരന്മാർ. ആ സഹോദരന്മാരിൽ ഒരാൾ വർത്തമാനം പറയാൻ കഴിയാത്ത ഒരാളാണ്.
ചെവിട് കേൾക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറായിട്ടാണ്. പക്ഷെ അയാൾക്ക് ലിപ്പ് റീഡ് ചെയ്യാൻ പറ്റും. അതാണ് അയാളുടെ ഒരു മികവ്. ഇവരൊരു അഡ്വർടൈസിങ് കമ്പനിയാണ് നടത്തുന്നത്. അപ്പോൾ ഈ മൂത്തയാളായ അജിത്തിൻ്റെ ക്യാരക്ടറിനാണ് ഈ വർത്തമാനം പറയാൻ പറ്റാത്തത്. അപ്പോൾ പ്രിയ എന്ന് പറയുന്ന സിമ്രാൻ ചെയ്യുന്ന ക്യാരക്ടറുമായിട്ട് അനിയനായിട്ടുള്ള അജിത്തിന് ഒരിഷ്ടം വരികയും അവർ തമ്മിലുള്ള കല്യാണം നടക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ അനിയൻ കല്യാണം കഴിച്ചത് തൊട്ട് ചേട്ടനായിട്ടുള്ള സംസാരിക്കാൻ കഴിവില്ലാത്ത അജിത്തിന് ഈ പ്രിയയോട് ഒരിഷ്ടം തോന്നി തുടങ്ങിയാണ്. അപ്പോൾ രണ്ടുപേരെയും കാണാൻ ഒരുപോലെ ആയതുകൊണ്ട് പലപ്പോഴും പ്രിയയ്ക്ക് തന്നെ കൺഫ്യൂഷൻ ആവുന്നുണ്ട്, ഇത് എൻ്റെ ഭർത്താവാണോ അതെയോ ചേട്ടനാണോ എന്നുള്ളത്. അപ്പോൾ പതുക്കെ ഈ പറയുന്ന ദേവ എന്ന് പറയുന്ന സംസാരിക്കാൻ പറ്റാത്ത ക്യാരക്ടർ പല രീതിയിൽ പ്രിയയെ അബ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നുണ്ട്, അവളുടെ കൂടെ കിടക്കാൻ വരെ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇവർക്ക് സ്വസ്ഥമായിട്ട് ഒരു കുടുംബജീവിതം നടത്താൻ ഈ പറയുന്ന ചേട്ടൻ സമ്മതിക്കുന്നില്ല. അയാൾക്ക് ഇവർ തമ്മിൽ ഒരുമിച്ചൊരു റൂമിലേക്ക് കയറുമ്പോഴത്തേക്കും അയാൾക്ക് ഒരു തരം പിന്നെ ഈഗോ അടിക്കുകയോ അല്ലെങ്കിൽ അയാൾ പെട്ടെന്ന് അയാൾക്ക് സുഖമില്ലാത്ത രീതിയിൽ അഭിനയിക്കുന്നു, അയാളുടെ നാക്ക് അയാൾ കടിച്ചു പൊട്ടിക്കുന്നു, അയാൾക്ക് പനിയാകുന്ന പോലെ കാണിക്കുന്നു, അയാൾ എവിടെ നിന്നെങ്കിലും എടുത്തു ചാടി അയാളുടെ കാലൊടിക്കുന്നു. അങ്ങനെ പല രീതിയിൽ ഓരോ രീതികളും ചെയ്ത് ഇയാൾ പതുക്കെ ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ടാവാതെ അയാൾ ഒന്ന് കീപ്പ് ചെയ്യുകയാണ്. കാരണം പ്രിയയെ അയാൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. പക്ഷേ അനിയന് ചേട്ടന് ഭയങ്കര വിശ്വാസമാണ്. പ്രിയ പറയുന്ന ഒരു കാര്യവും ഇയാൾ എന്നെ മോശമായിട്ട് പെരുമാറുന്നുണ്ട്, ഇയാൾ എന്നെ മറ്റൊരു രീതിയിലാണ് നോക്കുന്നതെന്നും പറയുന്നത് പിന്നെ അനിയനായിട്ടുള്ള ഭർത്താവായിട്ടുള്ള ക്യാരക്ടറിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പ്രിയയ്ക്ക് മാനസികാസുഖമാണെന്നും പറഞ്ഞിട്ട് അവരെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോവുകയൊക്കെ വരെ ചെയ്യുന്നുണ്ട്. പക്ഷെ പിന്നീട് ഒരു ഘട്ടത്തിൽ അയാൾ തിരിച്ചറിയുകയാണ്, തൻ്റെ ജ്യേഷ്ഠൻ തൻ്റെ ഭാര്യയെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അവളുടെ കൂടെ കിടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇയാൾ അനിയനെ കൊല്ലാൻ വരെ തയ്യാറാകുന്ന ഒരവസ്ഥയിലാണ് ഇയാളുടെ ഈ തിരിച്ചറിവുണ്ടാകുന്നത്. വളരെ വിഷമത്തോടു കൂടിയാണെങ്കിലും ഇയാളത് തിരിച്ചറിയുന്നു. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജ്യേഷ്ഠൻ ആയിട്ടുള്ള ഭദ്രനമൂകനമായിട്ടുള്ള ക്യാരക്ടർ മരണപ്പെടുന്നതും ആണ് ഈ സിനിമയുടെ ഒരു ഇതിവൃത്തം. പിന്നീട് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതുമാണ് ഇതിവൃത്തം. പക്ഷേ ഇത് ഒരു ഗംഭീര ത്രില്ലർ മൂവിയാണ്. നമുക്ക് ഈ സിനിമ കണ്ടിരിക്കുമ്പം തന്നെ അജിത്ത് എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സിന്, ഒരു അജിത്തിനോട് ഇഷ്ടം തോന്നുമ്പോൾ മറ്റേ അജിത്തിനെ നമ്മൾ വെറുക്കുന്ന ഒരു അത്ര നല്ല രീതിയിലാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു മാസീവ് ഹിറ്റായിട്ട് ഈ സിനിമ മാറിയത്. ത്രില്ലറാണ്. അതായത് ഈ അജിത്താണോ ആ അജിത്താണോ ഇവളുടെ കൂടെ ഇപ്പോൾ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവില്ല. പ്രേക്ഷകൻ അറിയാം ഇത് ഊമയായിട്ടുള്ള ആളാണ്, മറ്റേ ആളാണ്, അയ്യോ ഇയാൾ ഇവളെ ഉപദ്രവിക്കുമോ, ഇവൾക്ക് എന്തെങ്കിലും അബദ്ധം പറ്റുമോ അല്ലെങ്കിൽ അപകടം പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളെ തോന്നിപ്പിക്കുന്ന രീതിയിൽ അജിത്ത് ഗംഭീരമായിട്ടുള്ളൊരു പെർഫോമൻസും കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ 31ാമത്തെ വയസ്സിൽ എസ്.ജെ. സൂര്യ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഈ സിനിമ 31ാമത്തെ വയസ്സിൽ തന്നെ ഡയറക്റ്റ് ചെയ്യേണ്ട സിനിമയാണെന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ ഒരു യുവത്വം കാത്തു സൂക്ഷിക്കുന്ന അങ്ങനത്തെ ഒരുപാട് നല്ല പാട്ടുകളും കാര്യങ്ങളും ഒക്കെയുള്ള ഒരു ഗംഭീര സിനിമയായിരുന്നു വാലി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ തന്നെ ഒരു വലിയ ഹിറ്റാകുന്നതോട് കൂടിയിട്ട് രണ്ടാമതാണ് 2000 അദ്ദേഹം ചെയ്യുന്ന സിനിമയാണ് ഖുഷി. ആ ഖുഷി എന്ന് പറയുന്ന സിനിമയുടെ ഒരു റൊമാൻസ് ഉണ്ട്, അതിൻ്റെ ഒരു കോമഡി ഉണ്ട്, ഒരു കോളേജ് ലൈഫുണ്ട്, അതിൽ പ്രണയമുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന ചെറിയൊരു ഫാൻറ്റസി ചെറുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള സോങ്സ്, വിഷ്വലൈസേഷൻ. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ ആ മേഘം കർക്കിതെന്ന് പറയുന്ന പാട്ടോടുകൂടി തന്നെ നമ്മൾ ജ്യോതികയോ അവിടുത്തെ ആ ഒരു സെറ്റപ്പിനെയും ഗ്രാമത്തെയും ഒക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങും. അങ്ങനെ പ്രണയം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ള, ഭയങ്കര രസകരമായിട്ട് അഭിനയിച്ചിട്ടുള്ള, എനിക്കൊന്ന് ഞാനൊരു 5-6 പ്രാവശ്യം ആ സിനിമ കണ്ടിട്ടുണ്ട്. എനിക്കിപ്പോഴും ആ സിനിമ വരുമ്പോൾ വീണ്ടും കാണാൻ തോന്നും ആ സിനിമ. എനിക്ക് അത്ര ഇഷ്ടമാണ് ആ സിനിമ. അതുകൊണ്ട് തന്നെ എസ്.ജെ. സൂര്യ എന്ന് പറയുന്ന ആ ഡയറക്ടർ 32ാമത്തെ വയസ്സിൽ അത്രയും ഒരു പ്രണയകഥ ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ ആ യുവാവിനെ അല്ലെങ്കിൽ ആ പ്രായത്തിൽ പറ്റുമോ എന്നുള്ളത് ആണ് അതിലെ ഒരു രസം. മാത്രമല്ല തമിഴ് സിനിമ അതുവരെ കാണാത്തൊരു പ്രണയം. ഒരിക്കലും ഒരു പ്രണയ സിനിമ എന്ന് പറയുന്നത് ഒരു പുതിയതൊന്നും അല്ലല്ലോ. ഇപ്പം സിനിമ തുടങ്ങിയ കാലം തൊട്ട് പ്രണയം സിനിമകൾ വരുന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രണയം എങ്ങനെ നമ്മൾ അവതരിപ്പിക്കുന്നു, എന്താണ് അതിൽ നമ്മൾ കൊണ്ടുവരുന്ന മൊമെൻറ്റ്സ്, എന്താണ് ആ
പ്രണയിക്കുന്ന രണ്ടുപേരും തമ്മിലുള്ള ബന്ധം. അപ്പം ജ്യോതികയുടെ ക്യാരക്ടർ പലപ്പോഴും ഇവർ തമ്മിൽ, ജെന്നിഫർ എന്ന് പറയുന്ന ക്യാരക്ടറും പിന്നെ വിജയുടെ ക്യാരക്ടറും തമ്മിൽ പലപ്പോഴും അടിയാണ് ഇവർ തമ്മിൽ. അടിയുണ്ട്, വഴക്കുണ്ട്, അതുകൊണ്ടിടയ്ക്ക് പ്രണയമുണ്ട്. അവസാന നിമിഷം വരെ ഈ പ്രണയം നടക്കുമോ എന്ന് നമുക്കറിയില്ല. അവസാനം ഇവർ തമ്മിൽ കല്യാണം കഴിക്കേണ്ടവരാണ്, ഇവർ കല്യാണം കഴിച്ചേ പറ്റൂ എന്ന് പറയുന്ന അവസ്ഥയിൽ അവസാനം ആ കല്യാണം നടക്കുന്നതോടുകൂടി നമ്മൾ ഭയങ്കര ഹാപ്പിയായിട്ട് തിയേറ്റർ വിട്ടുപോരുന്ന ഒരവസ്ഥ ആണ് ആ സിനിമ. അപ്പോൾ ഈ സിനിമയൊക്കെ കാണുമ്പോൾ ആ സിനിമയൊക്കെയാണ് നമ്മളെയും സിനിമയിലേക്ക് ആകർഷിച്ചതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ തമിഴ് സിനിമയൊക്കെ ഞാനൊക്കെ കണ്ടു തുടങ്ങുന്ന ആ സിനിമയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ എസ്.ജെ. സൂര്യ എന്ന് പറയുന്ന ഡയറക്ടർ ഒരു ഗംഭീരമായിട്ടുള്ള ഡയറക്ടറാണ്. അതിനേക്കാളും ഉപരി അദ്ദേഹം ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ആക്ടറാണ്. ക്യാമറയുടെ മുമ്പിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാം മറന്ന് ആടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു പരിപാടിയല്ല. അത് എസ്.ജെ. സൂര്യയുടെ ശരീരം മുഴുവൻ അഭിനയിക്കുന്നത് നമുക്കറിയാം. അത് അയാളൊരു ബലം ഉപയോഗിച്ചാൽ അയാളത് എൻജോയ് ചെയ്യുന്നത് നമുക്കറിയാം. ഇപ്പോൾ മാർക്ക് ആൻ്റണി എന്ന് പറയുന്ന സിനിമയൊക്കെ കാണുമ്പോൾ, മാനാട് എന്ന് പറയുന്ന സിനിമയൊക്കെ കാണുമ്പോൾ വന്ത സുട്ട റിപ്പീറ്റ് എന്നൊക്കെ പറയുന്ന ഡയലോഗ്സൊക്കെ നമ്മൾ അറിയാതെ കൈയടിക്കുകയും നമ്മൾ ത്രസിപ്പിക്കുകയും ചെയ്യുന്നത് എസ്.ജെ. സൂര്യയുടെ ഒരു സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഞാൻ ഈ പറഞ്ഞ മാർക്ക് ആൻ്റണി, അതൊക്കെ അയാൾ ചെയ്തു വച്ചിരിക്കുന്ന, അത് നമ്മൾ കാണേണ്ട സിനിമയാണ്. ഒരു സിനിമ ഇഷ്ടപ്പെടുന്നവർ, ആക്ടിങ് പെർഫോമൻസിന് ഇഷ്ടപ്പെടുന്നവരൊക്കെ കാണേണ്ട സിനിമയാണ് എസ്.ജെ. സൂര്യയുടെ സിനിമ. വില്ലനായിട്ടും നായകനായിട്ടും, ഇപ്പോൾ ജിഗർദണ്ഡയിൽ അയാൾ വില്ലനല്ല, അയാൾ നായകൻ ഈക്വലായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ചില സീക്വൻസൊക്കെ ഒരുപക്ഷെ അയാൾക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്ന രീതിയിൽ തന്നെ അയാൾ പെർഫോം ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അയാളൊരു മികച്ച ഡയറക്ടറാണ് എന്നുള്ള, ഉറപ്പായിട്ടും അയാളൊരു മികച്ച ഡയറക്ടറാണ്. ഒരു മികച്ച ആക്ടറാണോ എന്ന് ചോദിച്ചാൽ അതിലും അയാൾ സക്സസ്ഫുള്ളാണ്. അപ്പോൾ ഒരു ആക്ടറാവാൻ വേണ്ടി വന്ന ജസ്റ്റിൻ സെൽവരാജ് പാണ്ഡ്യൻ എസ്.ജെ. സൂര്യ എന്ന പേരിൽ തമിഴിലും ഇന്ത്യൻ സിനിമയിലും അറിയപ്പെടുന്ന ഒരു വലിയ ഡയറക്ടറായിട്ടും ഒരു ഗംഭീര ആക്ടറായിട്ടും തകർത്ത് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും മികച്ച വേഷങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എസ്.ജെ. സൂര്യ വീണ്ടും നായകനായിട്ട് തുടങ്ങുകയാണ്, ആരംഭിക്കുകയാണ്. അപ്പോൾ എസ്.ജെ. സൂര്യയുടെ ഇനി മലയാളത്തിലും അദ്ദേഹം വരുന്നു എന്നൊരു വാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പം മലയാള സിനിമയിലും ഒരു വലിയ ഒരു ഗംഭീര പെർഫോമൻസ് നമുക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും നമ്മളെ ഒരുപാട് കാലം രസിപ്പിക്കാൻ എസ്.ജെ. സൂര്യയ്ക്ക് കഴിയട്ടെ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, എനിക്ക് റെസ്പെക്റ്റുള്ള ഒരു ആക്ടറും കൂടിയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ വേണ്ടിയിട്ട് ഒരു മലയാളി അല്ലെങ്കിൽ കൂടിയും ഈ എപ്പിസോഡ് ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ആൻഡ് വിമൽ രാജ് സൈനിങ് ഓഫ്.